ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റി. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യത്തിൽ നാളെ വിധി പറയും. ജാമ്യം ലഭിച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാകും മുരാരി ബാബു. KV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, നാളെ വളരെ പ്രധാനപ്പെട്ട ദിവസമാകുന്നു. മുരാരി ബാബുവിനെ സംബന്ധിച്ചും സ്വർണ്ണക്കൊള്ളക്കേസിൽ SITയെ സംബന്ധിച്ചും മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചാൽ ആദ്യ ആളായി പുറത്തിറങ്ങുന്ന വ്യക്തിയാകും മുരാരി ബാബു എന്നുള്ളതാണ്. നാളെ എപ്പോൾ വിധി പ്രതീക്ഷിക്കാം? വിധി നാളെ വിജിലൻസ് കോടതി ആദ്യം കേസായി തന്നെ ഈ ജാമ്യാപേക്ഷയിലെ വിധി പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 11:30 നാളെ കോടതി വിധി പുറത്തുവരും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു സ്വാഭാവിക ജാമ്യം കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. സ്വർണ്ണപ്പാളി കേസിലാണ് ജാമ്യം ലഭിച്ചത്. സമാനമായ രീതിയിൽ മുരാരി ബാബുവിനും ജാമ്യം ലഭിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം കട്ടിലപ്പാളി കേസിലും സ്വർണ്ണപ്പാളി കേസിലും മുരാരി ബാബു ഒരുമിച്ചാണ് അറസ്റ്റിലായത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒരുമിച്ചാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ രണ്ട് കേസിലും അദ്ദേഹത്തിന് അറസ്റ്റിലായിട്ട് 90 ദിവസം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം ഇതിനെതിരെ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചതുപോലെ തന്നെ മുരാരിക്കും വേണമെന്നാണ് അഭിഭാഷകൻ വിജിലൻസ് കോടതിയിൽ ഇന്ന് പറഞ്ഞത്. കോടതി എല്ലാ വാദമുഖങ്ങളും കേട്ടു. അതിനുശേഷം എന്തായാലും പ്രോസിക്യൂഷനും കഴിഞ്ഞ തവണത്തെ പോലെ സമാനമായ രീതിയിൽ ഉപാധികളുടെ കാര്യം മുന്നോട്ട് വെച്ചു. ഒപ്പം തന്നെ കുറ്റപത്രം അധികം വൈകാതെ സമർപ്പിക്കുമെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് കുറ്റപത്രം വൈകുന്നതെന്നും കോടതിയെ ഈ അന്വേഷണ സംഘം അറിയിച്ചു. SP ശശിധരൻ ഉൾപ്പെടെ നേരിട്ട് കോടതിയിൽ ഇന്ന് ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നാളെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. സ്വർണ്ണപ്പാളി കേസിലൊപ്പം തന്നെ കട്ടിലപ്പാളി കേസുകൾ, രണ്ട് കേസുകളിലാണ് മുരാരി ബാബു നിലവിൽ കസ്റ്റഡിയിൽ കഴിയുന്നത്. ഈ രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ചാൽ മുരാരിക്ക് പുറത്തിറങ്ങാനാകും. ഈ സ്വർണ്ണക്കൊള്ള കേസ് എടുത്തതിന് ശേഷം അറസ്റ്റിലാക്കപ്പെടുന്ന ആളുകളിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന ആൾ അങ്ങനെയെങ്കിൽ നാളെ മുരാരി ബാബു ആവാനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ കോടതി ജാമ്യം രണ്ട് കേസിലും സ്മൃതി, രണ്ട് കേസുകളിലും മുരാരി ബാബു മൂന്നാം പ്രതിയാണ്. മുരാരി ബാബുവിനെതിരെ സമാനമായ കുറ്റങ്ങൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട്. അന്ന് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ശബരിമലയിലെ സുപ്രധാന തസ്തികയിലായിരുന്നു മുരാരി ബാബു ഉണ്ടായിരുന്നത്. അന്നത്തെ ശബരിമല ആയിരുന്നു മുരാരി ബാബു. മുരാരി ബാബുവിൻ്റെ കയ്യിലൂടെ പോകാതെ ഒരു ഫയലും ദേവസ്വം ബോർഡിൽ ക്രിയേറ്റ് ആകില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിന് ഇക്കാര്യത്തിലെല്ലാം കൃത്യമായൊരു പങ്കുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിനായി തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിച്ച വ്യക്തി എന്നൊക്കെയാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യം. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മുരാരി ബാബു. ആ മുരാരി ബാബു നാളെ ജാമ്യം കിട്ടി ഇറങ്ങിയാൽ അത് SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. കാരണം ഈ കേസ് അന്വേഷണം ആരംഭിച്ച് 3 മാസമൊക്കെ പിന്നിടുകയാണ്. ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നു. ആ ഘട്ടത്തിലാണ് സ്വാഭാവിക ജാമ്യം എന്ന ആവശ്യവുമായി പ്രതികൾ കോടതിയെ സമീപിക്കുമ്പോൾ SITക്ക് ആശങ്ക ഏറുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കേസിൽ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഒരു കേസ് കൂടിയേ ബാക്കിയുള്ളത്. ഫെബ്രുവരി പകുതിയോടുകൂടി ആ ദിവസങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. സ്വാഭാവിക ജാമ്യത്തിന് അർഹനാവും. അതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കേണ്ട സാഹചര്യം SITക്ക് മുന്നിലുണ്ട്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.